സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മിപ്രിയ എന്നിവർ മത്സര രംഗത്തുണ്ട്. അൻസിബ ഹസനെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തു. അതിനിടെ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നാരോപിച്ച് അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അൻസിബ ഹസൻ. YS അഭിനന്ദ് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. 3 മണിക്കായിരുന്നു ആ സമയം. അപ്പോൾ മത്സരചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരാൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു, ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ. ബാക്കി മത്സരരംഗത്തുള്ളവർ ആരൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, താരസംഘടന അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 31 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നു, ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. അമ്മയുടെ മത്സര ചിത്രത്തിൽ ജനറൽ ബോഡി ഇലക്ഷൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ മത്സരചിത്രം ഏകദേശം തെളിഞ്ഞു വരികയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ശ്വേതാ മേനോനും ദേവനും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അനൂപ് ചന്ദ്രനായിരുന്നു അവശേഷിച്ചിരുന്ന ഒരാൾ. ആ അനൂപ് ചന്ദ്രൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നോമിനേഷൻ പിൻവലിച്ച് ട്രഷറർ സ്ഥാനത്തേക്കായിരിക്കും മത്സരിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരും രവീന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടും. ഒപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനുമായിരിക്കും മത്സരിക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, നാസർ ലത്തീഫ് തുടങ്ങിയവർ മത്സരിക്കും. ആശ അരവിന്ദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വനിതാ സംവരണ വിഭാഗത്തിന്റെ ആയിരിക്കും മത്സരിക്കുക. ഒപ്പം തന്നെ 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും ആളുകൾ മത്സരിക്കുന്നുണ്ട്. സജിത ബേട്ടി, ജോയി മാത്യു തുടങ്ങിയവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രമുഖർ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും ഇന്ന് ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു എന്നതാണ്. ആരോപണം മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഘടനയിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. ബാബുരാജിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി പല ഭാഗത്തു നിന്നും ആളുകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതായി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും താൻ വിട്ടു നിൽക്കുകയാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇന്ന് ബാബുരാജ് പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 13 പേരായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിൽ 12 പേരും നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചു. അതോടുകൂടിയാണ് ആദ്യം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉറപ്പായും അൻസിബയെ തിരഞ്ഞെടുക്കപ്പെടാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഔദ്യോഗികമായി അല്പസമയത്തിനകം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഭാരവാഹികളെ പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ ആരൊക്കെയാണ് മത്സര ചിത്രത്തിലുള്ള വ്യക്തമായ ചിത്രം അല്പസമയത്തിന് തന്നെ വ്യക്തമാകും. എന്തായാലും പൂജപ്പുര രാധാകൃഷ്ണൻ, വരണാധികാരി പൂജപ്പുര രാധാകൃഷ്ണൻ കുഞ്ചനുമാണ്. ഇവർ രണ്ടുപേരും അല്പസമയത്തിന് തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഓഗസ്റ്റ് 15-ാം തീയതി കൊച്ചി ലുലു മാരിറ്റ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ പിന്തുണയോടുകൂടി, മമ്മൂട്ടിയുടെ പിന്തുണയോടുകൂടി, മോഹൻലാലിന്റെ പിന്തുണയോടെ ദേവൻ ശ്വേതാ മേനോനെതിരെ മത്സരിക്കുമ്പോൾ വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാധ്യത ഏറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരും രവീന്ദ്രനും കൂടി മത്സരിക്കുന്നതോടുകൂടി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി 2 സ്ഥാനങ്ങളിലേക്ക് വനിത വരുമോ എന്നുള്ള ചോദ്യമാണ് ഇനിയുള്ളത്. എന്തായാലും അൻസിബ ഹസൻ ഒരു പരാതിയുമായിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വേളയിൽ തന്നെ അനൂപ് ചന്ദ്രനും അൻസിബ ഹസനും തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. പിന്നാലെയാണ് അൻസിബ ഹസനെ ബാബുരാജിന്റെ സിൽബദം എന്ന രീതിയിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുന്നു. ഓഡിയോ സന്ദേശങ്ങളായി പല അംഗങ്ങൾക്കും അയച്ചു കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇൻഫോ പാർക്ക് പോലീസിലേക്ക് അൻസിബ ഹസൻ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചൊപ്പം തന്നെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അൻസിബ ഹസൻ മുഖ്യമന്ത്രിക്കും ഇൻഫോ പാർക്ക് പോലീസിനും പരാതി നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ അന്തിമ ചിത്രം തെളിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുജ, സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ദേവനും ശ്വേതാ മേനോനുമാണ് മത്സരരംഗത്ത്. മറ്റുള്ളവരെല്ലാവരും, ജഗദീഷ് ഉൾപ്പെടെ പിന്മാറിയിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരമുണ്ടാകും. ജയൻ ചേർത്തലയും ലക്ഷ്മിപ്രിയയും നാസർ ലത്തീഫും മത്സരിക്കും. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 13 പേരാണ് ഈ സ്ഥാനത്തേക്ക് ആകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൽ 12 പേരും അത് പിൻവലിച്ചതോടെ എതിരില്ലാതെ അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഒപ്പം അനൂപ് ചന്ദ്രൻ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിരിക്കെ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.